നമസ്കാരം. സ്ട്രൈക്ക് ടോക്കറാണ്. മുന്നണി മാറ്റത്തെ ചൊല്ലി കേരള കോൺഗ്രസ് എമ്മിൽ അഭിപ്രായ വ്യത്യാസവും ധർമ്മസങ്കടവും മുറുകുന്നു. LDFിനൊപ്പം നിൽക്കാനാണ് തൽക്കാലം തീരുമാനമെങ്കിലും മുഴുവൻ നേതാക്കൾക്കും യോജിപ്പില്ല. UDFിനൊപ്പം പോകുന്നത് വഞ്ചിനായി ചിത്രീകരിക്കപ്പെടുമെന്നാണ് ആശങ്കയുമുണ്ട്. മുന്നണി മാറ്റത്തിന് ക്രൈസ്തവ സഭ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് സമ്മർദ്ദവുമുണ്ട്. കേരള കോൺഗ്രസ് എം LDFിനൊപ്പം നിൽക്കുന്നത് പാതി സമ്മതത്തോടെയാണ് എന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. മുന്നണി മാറ്റ സാധ്യതകൾ പാർട്ടി MLAമാരും നേതാക്കളും അവലോകനം ചെയ്തു. വിജയസാധ്യത എത്രത്തോളമുണ്ടെന്നതിൽ പല നേതാക്കളും ആശങ്ക പങ്കുവച്ചെന്നാണ് സൂചന. ചങ്ങനാശ്ശേരി, പൂഞ്ഞാർ MLAമാർക്ക് UDFിനൊപ്പം പോയാൽ കൊള്ളാം എന്നുണ്ട്. LDFിനൊപ്പം നിൽക്കണമെന്ന ഉറച്ച നിലപാടിലാണ് റോഷി അഗസ്റ്റിൻ. മുന്നണി മാറ്റം പാർട്ടിയുടെ വിശ്വാസ്യത തകർക്കും എന്ന് റാന്നി MLA പ്രമോദ് നാരായണൻ ചൂണ്ടിക്കാട്ടി. ജോസ് കെ മാണി കൃത്യമായൊരു തീരുമാനം പ്രഖ്യാപിച്ചിട്ടില്ല. കൂട്ടായ തീരുമാനത്തിനൊപ്പം നിൽക്കണമെന്നാണ് ജോസ് കെ മാണി അറിയിച്ചിട്ടുള്ളത്. UDFിലേക്ക് പോകുന്നതിനോട് സഭാ നേതൃത്വത്തിന് അനുകൂല സമീപനമാണ് മുസ്ലിം ലീഗും പിന്തുണയ്ക്കുന്നുണ്ട്. എന്നാൽ കോൺഗ്രസ് ഇതുവരെ ചർച്ചകൾക്ക് മുൻകൈയെടുത്തിട്ടില്ലെന്ന് കേരള കോൺഗ്രസ് എമ്മിനെ പ്രതിസന്ധിയിലാക്കുന്നു. മുന്നണി മാറ്റത്തിന് വൈകാരികമോ രാഷ്ട്രീയമോ ആയ കൃത്യമായ കാരണം ഉയർത്തിക്കാട്ടാനില്ലാത്തതിനാൽ LDFിൽ തുടരാം എന്നാണ് നിലവിൽ എടുത്തിരിക്കുന്ന തീരുമാനം. തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ മുന്നണി മാറുന്നത് വഞ്ചനയായി ചിത്രീകരിക്കപ്പെടുമെന്ന ആശങ്ക പാർട്ടിയിലുണ്ട്. ജോസ് കെ മാണിയും സംഘവും UDFിലേക്ക് വരുന്നതിനെ ജോസഫ് ഗ്രൂപ്പ് തുറന്നെതിർക്കുന്നതും നിർണായകമാണ്. ഉയർത്തിക്കാട്ടാൻ കൃത്യമായൊരു കാരണം കോൺഗ്രസിന്റെ ക്ഷണം, ജോസഫ് ഗ്രൂപ്പിന്റെ മനംമാറ്റം, സീറ്റുകൾ തുടങ്ങിയ സാഹചര്യം അനുകൂലമായാൽ മാത്രം തീരുമാനം. അതുവരെ LDFിനൊപ്പം നിൽക്കുക. ഇതാണ് കേരള കോൺഗ്രസ് എം സ്വീകരിച്ചിട്ടുള്ള പ്രായോഗിക പരിഹാരം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലിലൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഈസ് സ്ട്രൈക്ക് ടോക്ക് സൈനിങ് ഓഫ്.